ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു 5:30 AM റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നു എന്ത് പറ്റി ലോങ് വീഡിയോസ് എന്താ ചെയ്യാത്തതെന്ന്. ഞാൻ മിക്ക ദിവസം ഇപ്പോൾ കുറച്ചായിട്ട് ഷോർട്ട് വീഡിയോസാണ് ചെയ്യണത്. അതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഉത്തരവാദിത്തങ്ങൾ എനിക്ക് കൂടി. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ വലിയ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാലോ കുറച്ചധികം സമയവും എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അതാണ്. എനിക്കും അത് തന്നെയാണ് ചെയ്യാനും ഇഷ്ടം, അങ്ങനത്തെ വീഡിയോസൊക്കെ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ വീട്ടിലെ കാര്യത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ചെയ്യാനായിട്ടൊന്ന് പിന്നിലോട്ട് പോവുകയാണ് ചില സമയത്ത്. ഒരു 6 മണിയാകുമ്പോഴാണ് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. ഒരു 8 മണി 8:15 കൂടി അടുക്കളയിലെ പണികൾ തീർക്കാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് ഈ ഉടുപ്പുകൾ എവിടെ നിന്നാണ് വാങ്ങണേന്ന്. ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 300 രൂപയാണ് റേഞ്ചൊക്കെ ഏകദേശം വരാറ്. ക്രേപ്പ് മെറ്റീരിയലാണ്, കോട്ടൺ അല്ല. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചതാണെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഉടുപ്പുകളുടെ ഞാൻ കൊടുക്കാറുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൻ്റെ റേറ്റിങ്ങും അതിൻ്റെ റിവ്യൂസും വായിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കിയോളൂ. നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ സമയം കൊണ്ട് ചെയ്ത്, അതായത് രാവിലെ ഇതെല്ലാം എനിക്ക് കറക്റ്റ് ചെയ്ത് തീർന്നാൽ വീഡിയോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ടൈം കിട്ടും. വീഡിയോ ചെയ്യാൻ മാത്രമല്ല, ചില സമയത്ത് നമ്മളിതൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ പ്ലാൻ പോലെ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് വീട്ടിലെ കാര്യങ്ങളായിട്ട് തിരക്കായിട്ട് പോകും. അപ്പോൾ വീഡിയോ അന്നത്തെ മുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചത് ചപ്പാത്തിയും വെള്ളക്കടല വെച്ചിട്ടുള്ള കറിയും, ലഞ്ചിന് മുട്ടക്കറിയും, അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഉപ്പേരിയും, അതായത് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം. ഞങ്ങളുടെ ഇവിടെ ഉപ്പേരി എന്നാണ് എല്ലാത്തിനും പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരാഴ്ചയ്ക്കുള്ള മീൽ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഉണ്ടാക്കണേ. നമുക്ക് മീൽ പ്ലാൻ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ 6 അംഗങ്ങളുണ്ട്. മക്കളും ഒക്കെ വലുതായി കഴിയുമ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. മറ്റേതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലും അവർക്ക് ടിഫിൻ്റെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ എണീക്കാൻ ലേറ്റായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നാലും എന്തെങ്കിലും റെഡിയാക്കി വിടാം. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. അവർ വലുതായി കഴിയുമ്പോൾ അത്യാവശ്യം പ്രോപ്പറായിട്ട് വലിയവർ കഴിക്കുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ പലരും ചോദിക്കും രാവിലെ എങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ശീലമാണെന്ന്. നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴില്ലേ തനിയെ നമ്മൾ എഴുന്നേക്കേണ്ട ഒരു ഇത് വരുമ്പോൾ നമ്മൾ തന്നെ എണീക്കും. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാൻ നമുക്ക് തോന്നില്ല. കാരണം മക്കളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മളത് എണീക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ തനിയെ എണീക്കും. അതങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാനപ്പോഴാണ് ഉത്തരവാദിത്വം വന്നത്. അതുവരെ എനിക്കുമൊക്കെ മടിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതേ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മോള് രാവിലെയാണ് ട്യൂഷന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ ഇതേ റെഡി ആയിട്ട് അവൾ പോവാണ്. അവൾ ഫുള്ളി ബിസിയാണ്. നമ്മൾ ക്ലാസ്സുകൾ കൂടുന്തോറും മക്കൾക്ക് തിരക്കും കൂടും. സ്കൂളിലും അതുപോലെ ട്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് അവരെ നമ്മളൊന്ന് കയ്യിൽ കിട്ടുക. ബാക്കി സമയങ്ങളൊക്കെ വലിയ ക്ലാസ്സിലേക്ക് ആകുമ്പോഴേക്കും അവർ തിരക്കിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ മോള് ട്യൂഷനൊക്കെ പോയി. ഞാനിവിടെ ഇതേ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ഞാനവിടെ ആദ്യം തന്നെ ചോറ് വെക്കുന്നതിന് മുമ്പ് ഞാനൊരു 15 മിനിറ്റെങ്കിലും അത് വെള്ളത്തിലിട്ടൊന്ന് വെക്കും കേട്ടോ. ആ കഴുകുമ്പോൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അരിയാനുള്ളതെല്ലാം ദേ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് 3 എപ്പോഴും റെഡി ആയിരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ നാളികേരം ചിരണ്ടി അത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കാലത്തെ പണികൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എന്തെങ്കിലും പാട്ടൊക്കെ ഓൺ ചെയ്ത് വെച്ച്, കൂടുതലും ഞാൻ രാവിലെ എന്തെങ്കിലും ഭക്തിഗാനങ്ങളായിരിക്കും വെക്കുക. അത് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് പണി ചെയ്യുക. സൈഡിൽ ചായ ഉണ്ടായിരിക്കും. ആദ്യമൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാലോ, ചായയൊക്കെ കുടിച്ച് വളരെ സമാധാനത്തിൽ ഞാൻ കുറച്ചേരൊക്കെ ഇരുന്നിട്ടാണ് അടുക്കളയിൽ വരാറ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല. കുറച്ചും കൂടി കാര്യങ്ങൾ പ്ലാനായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ കുറേ നേരം രാവിലെ കളഞ്ഞാൽ അധികം നേരം കിട്ടാനില്ല. അതുകൊണ്ട് ചായ കുടിക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് പോണത്. പക്ഷേ ഈ പ്ലാനിങ് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണത് എനിക്കത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് അത് ചെയ്യാണ്ടിരിക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റാത്ത ജോലികളാണ് ഇപ്പോഴത്തെ എല്ലാതും. അങ്ങനെ ഞാൻ ഉപ്പേരിക്കുള്ളതെല്ലാം അരിഞ്ഞെടുത്തു. പൊട്ടാറ്റോ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഞാൻ ഓരോരോ 3 അടുപ്പിലും എന്തെങ്കിലുമൊക്കെ വെക്കും. കാരണം എനിക്ക് വേഗം അടുക്കളയിൽ പണി ചെയ്ത് തീർക്കണം. അതുകൊണ്ട് പരമാവധി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോരോ ഐറ്റംസ് ഓരോന്നായിട്ട് ഇങ്ങനെ വേഗം വെക്കും. അപ്പോൾ അടുത്തത് വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്.
അങ്ങനെ ഞാൻ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യണ നേരത്തെ തന്നെ പോയിട്ട് മോളെ പോയി എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസയാണെങ്കിൽ തനിയെ അലാറൊക്കെ വെച്ച് എഴുന്നേൽക്കുന്ന ഒരു പ്രായം. റോസുവിനെ പോയിട്ട് നമ്മൾ വിളിക്കണം. അപ്പോൾ എഴുന്നേറ്റപ്പോൾ അവൾക്ക് ഇപ്പോഴത്തെ ഒരു റുട്ടീനാണ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇവിടെ വന്ന് ഊഞ്ഞാലാടുക. ഊഞ്ഞാലാടി കഴിഞ്ഞിട്ടാണ് ആൾ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആവലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ അവൾ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്ത് പോയി അങ്ങനെ ഫ്രഷ് ആവാനൊരു ഫീല്, അത് അവൾക്ക് ആഗ്രഹം വന്നാൽ എനിക്ക് സന്തോഷമായി. കാരണം ചെറുപ്പത്തിൽ ഇവൾ ഫുൾ ടൈം പുറത്ത് നടക്കുന്ന ഒരാളാണ് കേട്ടോ. അകത്തേക്ക് കയറാൻ പറഞ്ഞാൽ കയറില്ല, ഫുൾ ടൈം പുറത്ത് കളിച്ചടക്കല. പക്ഷെ ഇപ്പോൾ വലുതാവും തോറും ടി വി വെച്ച് അകത്ത് ഇങ്ങനെ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പുറത്തേക്ക് പോയി ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒരു മടി. പക്ഷേ ഈ ഊഞ്ഞാൽ ഇവിടെ വന്നതോടുകൂടി ആൾക്ക് ഭയങ്കര സന്തോഷമായി. എപ്പോഴും പുറത്ത് പോയി ഇങ്ങനെ ഊഞ്ഞാലാടി അത് കഴിഞ്ഞിട്ടാണ് റെഡി ആവണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അടുപ്പത്ത് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് സിം ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായി സ്റ്റവ്. കാരണം മോളുടെ അടുത്ത് പോയിട്ട് ഊഞ്ഞാലാട്ടിയൊക്കെ വരുമ്പോഴേക്ക് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് സിം ചെയ്ത് വെച്ചിട്ട് പോയത്. പക്ഷേ ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു. കാരണം ഇപ്പോഴത്തെ ഈ സമയം വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം ഇവിടെ റെഡിയാക്കണത്. സവാള വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഒന്ന് വഴറ്റി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അപ്പോൾ ഈ ഒരു മസാല മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ എന്താ പറയുക, സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇതേ സംഭവം തന്നെ അപ്പുറത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ അതേ കയ്യോടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കണമെങ്കിൽ ഒരു വിസിലടിച്ച് അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ വേവുന്ന നേരം കൊണ്ട് ഇവിടെ കടലക്കറി നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ഇനി കടലയിൽ നമ്മൾ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ചാറ് വേണം. ഇവിടെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ചാറ് താല്പര്യം. പക്ഷേ എന്നാൽ കുറച്ച് കുറിയ ചാറാണ് ഇഷ്ടം. അപ്പോൾ അതിന് നമ്മൾ കുറേ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ ചാറിന് അത്ര കട്ടി വരില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ കടല തന്നെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്ക് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, കടലമാവ് ഉണ്ടല്ലോ അത് ഒരു 2 ടീസ്പൂണോ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് 2 ടീസ്പൂണ് പച്ചവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് അലിയിച്ച് ഇതിലേക്ക് ചേർത്ത് ഒരു 3 മിനിറ്റ് തിളപ്പിക്കും. പക്ഷേ ചില സമയത്ത് ഈ പച്ചവെള്ളം ഒഴിച്ച് കടലമാവ് അങ്ങോട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കറിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ചാറും കൂടി ഒഴിച്ചു കൊടുക്കും ഇത്തിരി ആ വെള്ളത്തിലേക്ക്. എന്നിട്ട് കലക്കിയിട്ട് ഒഴിക്കും. തിളച്ച വെള്ളത്തിലേക്കൊന്നും ഇടരുത്. അങ്ങനെ വരുമ്പോൾ ഈ കടലമാവ് അങ്ങനെ കട്ടയായിട്ട് കിടക്കും, അലിയില്ല. അപ്പോൾ അതുകൊണ്ട് നേരിയതായിട്ട് ചൂടുവെള്ളത്തിലും കലക്കിയെടുത്ത് ഒഴിച്ചാലും കറിയുടെ ഫ്ലേവർ ഒന്നും പോവില്ല, നന്നായിട്ട് വരും. നമ്മൾ ഈ മൈദ, കോൺഫ്ലവർ അതൊക്കെ ചേർത്താൽ ഒട്ടും നന്നാവില്ല. അതിനെക്കാട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കടലമാവ് ചേർക്കുന്നതാണ്. നമുക്കിത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴായാലും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെ കട്ടി കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കടലക്കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാറ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വെന്തോളും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നാളികേരത്തിന് അരപ്പ് ചേർക്കുന്നുണ്ട്. ഒരു മുറി നാളികേരം, പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം, അത് തിരീശ ചേർത്തിട്ടുള്ളൂ നാളികേരത്തിൽ കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണത്. ഇവിടെ തൊട്ടപ്പുറത്ത് ഇതിൽ പാത്രത്തിൽ വെച്ചിരിക്കുന്ന നമ്മൾ സവാളയൊക്കെ വഴറ്റി ഉരുളക്കിഴങ്ങ് ചേർത്തതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് അത് ആവശ്യത്തിന് തന്നെ ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കുക ചെറുതായിട്ട്. അത് കഴിഞ്ഞ് ഈ ഉരുളക്കിഴങ്ങ് മുഴുവൻ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് വെന്തുവെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ അരപ്പ് ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മിക്സിയിൽ നാളികേരം മാത്രം മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വെറുതെ അരയ്ക്കുക. ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. നന്നായിട്ട് അത് പൊടിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ കറി നല്ല നാളികേരം അധികം ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല, നല്ലതായിട്ട് കിട്ടും കറിക്ക്. അതാണ് ടേസ്റ്റ്. അപ്പം അങ്ങനെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറയുടെ ചാർജ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം അത് ചാർജിന് വെച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിലൊന്ന് കാച്ചി ഒഴിക്കണം. തൊട്ടപ്പുറത്തായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് ഈസി റെസിപ്പിയാണ്, സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആവിയിൽ നല്ലതായിട്ട് വേവിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ കുക്കറിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് അത് ആകെ ഇത് പോവും. അപ്പോൾ ഉരുളക്കിഴങ്ങാകുമ്പോൾ കുറച്ച് സമയം എടുക്കും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ടക്കറിയിലേക്ക് നമ്മൾ കാച്ചി ഒഴിക്കുകയാണ്. നമ്മൾ മീൻ കറിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുവന്നുള്ളി വേപ്പിലയും കൂടി ചേർത്തൊന്ന് മൊരിയിച്ചെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത്
കറിയുടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഒരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ചിലർ ഇതിൽ പുളിയുടെ ഫ്ലേവർ വരണമെങ്കിൽ കുടപ്പുളി ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മാങ്ങ ചേർത്തിട്ടുണ്ടാകും. ഉരുളക്കിഴങ്ങിന് പകരം മാങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ മീൻ കറിയുടെ ഒരു ഫ്ലേവറിലേക്ക് പോട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് ചോറ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, മുട്ടക്കറി. അപ്പോൾ ഇത് മോൾക്ക് ടിഫിനും സെയിം തന്നെയാണ് കൊണ്ടുപോകണേ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി കൊടുക്കണം. അവൾക്കിപ്പോൾ അതിൽ മുട്ടക്കറി മാത്രമായാലും മതി, ഉപ്പേരി നിർബന്ധമൊന്നുമില്ല, ഒരു കറി മതി അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് വെക്കണം. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും ചപ്പാത്തിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി. അപ്പോൾ നമ്മൾ ചപ്പാത്തി മേടിച്ചപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഓഫർ കണ്ടാൽ മേടിക്കും. അത് വല്ലപ്പോഴും എന്ന് വെച്ചാൽ അത്രയും വളരെ റയറായിട്ടാണ്. കാരണം നമ്മൾ കൂടുതലും ചപ്പാത്തി വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കൽ തന്നെയാണ് പതിവ്. അത് ഡിന്നറിന് വൈകുന്നേരത്തെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കുള്ളൂ. കാരണം കാലത്തൊന്നും എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ പണി തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാലത്ത് ഉണ്ടാക്കൽ വളരെ കുറവാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വീഡിയോ ചെയ്യണ സമയത്ത് കാണുമ്പോൾ ഇതെങ്ങനെയാണ് ടൈം അനുസരിച്ച് മാനേജ് ചെയ്തിട്ട് രാവിലത്തെ കാര്യങ്ങളും വീഡിയോയുടെയും എല്ലാം കൂടി ചെയ്യണേന്ന്, അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യണേന്നൊക്കെ. അപ്പോൾ വീഡിയോ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ 6 മണിക്ക് എൻ്റെ പണികൾ തുടങ്ങിയെന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 5:45 കിച്ചണിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ക്യാമറ വെച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 6 മണിക്ക് പണികൾ തുടങ്ങണമെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോർമലിൽ ഇപ്പോൾ 2 മണിക്കൂർ എടുക്കുന്ന ജോലിയാണെങ്കിൽ വീഡിയോ പിടിച്ച് ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ എടുക്കും. വീഡിയോയുടെ ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കാം. ചിലപ്പോൾ നമ്മൾ റൂമൊക്കെ മേക്ക് ഓവർ ചെയ്യുക, ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അത് നമ്മൾ വീഡിയോയിലൂടെ വരുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി, അതോടൊപ്പം തന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന സമയമൊന്നും നമ്മൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടൈം എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കുന്നതിലും കൂടുതൽ ടൈം നമ്മൾ ഇവിടെ ജോലികൾ ചെയ്യുന്നുണ്ട്. കാരണം ക്യാമറ വെക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്ലാനിങ്ങും നമ്മൾ തലേദിവസം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്താണ് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യാൻ പോണത്, എന്തൊക്കെ കാര്യങ്ങൾ വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്ത് എടുക്കണം എന്നൊരു ഐഡിയ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവണം. ഒരു ഇത് കഴിയുമ്പോൾ അടുത്ത സീൻ ഏത് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇതും കൂടി ഇങ്ങനെ വർക്കിംഗ് ആണ്. ഇതിന് അടുത്ത സീൻ ഇവിടെ വെച്ച് പിടിക്കണം. ക്യാമറ നമ്മൾ പല പല ആംഗിളിൽ വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഓക്കെ ഇത് ഇവിടെ വെച്ച് പിടിക്കണം. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമും നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നമ്മുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഒരുപാട് കൂടുമ്പോൾ വീഡിയോയും കൂടി നമ്മൾ വെച്ചിട്ട് കുറേ അതും ഇതൊക്കെ അങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ പഴയതേക്കാട്ടും ഇങ്ങനെ ലോങ് വീഡിയോസ് കുറഞ്ഞതിൻ്റെ ഒരു റീസൺ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു പ്ലാനിങ്, ഒരു ഐഡിയയും നമ്മൾ അത്യാവശ്യം സ്പീഡായിട്ട് ചെയ്താലാണ് നമുക്ക് ഇങ്ങനത്തെ റുട്ടീൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. പ്രത്യേകിച്ച് രാവിലത്തെ വീഡിയോസ് വീട്ടിലെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ, മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ, ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഇതെന്നെ പിടിച്ചെടുക്കാൻ കുറച്ച് എഫേർട്ടും സമയവും പ്ലാനിങ്ങും നമുക്ക് എന്തായാലും വേണം. ഇപ്പോൾ എൻ്റെ വീഡിയോനെ മാത്രമല്ല, ഇതിനെക്കാട്ടും സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. അവരെടുക്കുന്ന എഫേർട്ട് നമുക്കത് കാണുമ്പോൾ അറിയാം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ചെറിയ ചെറിയ ഷോർട്സ് അടക്കം പിടിക്കുന്നവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ചെറിയ ഒരു വീഡിയോ അത്രയും നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇതുപോലെ കുറച്ച് നാളുകളോളം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സ്കില്ല് പോലെ തന്നെ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവണം ആ കാര്യത്തിൽ കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ടൈമും ഇതൊന്നും പോകണം നമ്മളിങ്ങനെ അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ദേ ഇവിടെ കഴിയുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് വേഗമായി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. ചില ദിവസം ചിലപ്പോൾ എൻ്റെ അടുക്കളയിൽ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കഴിക്കാൻ വരാം, ഇത്തിരി നേരം വൈകും. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മക്കൾ 2 പേരും അവർക്ക് ലാസ്റ്റ് പോണതിന് മുൻപ് കുറച്ചൊന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ പിന്നെ മുടിയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലും അതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഞാനിവിടെ അടുക്കളയിൽ വന്ന് ബാക്കിയുള്ള ബാലൻസ് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ സാധാരണ അവർക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നത് ഞാനായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും നാൾ ഈ ടൈം ആകുമ്പോഴേക്കും ഞാൻ പോയി മുടി കെട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ റോസും തന്നെ മുടി കെട്ടാനായിട്ടൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ കുറച്ചായിട്ട് അവൾ തന്നെയാണ് കെട്ടണത്. ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് അവൾ തന്നെയാണ് തന്നെ മുടിയൊക്കെ കെട്ടണത്. കാണാൻ അത്ര ഭംഗിയൊന്നും ആയിട്ട് കെട്ടാൻ അവൾക്ക് അറിയില്ലെങ്കിലും അവൾക്ക് പറ്റണ പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവൾ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അത് വിട്ടു. ഞാൻ ഈ പാത്രങ്ങൾ കഴുകണ സമയത്ത് അതിൽ ഏറ്റവും അവസാനം ബാലൻസ് വെക്കുന്ന കുറച്ച് പാത്രങ്ങളാണ് ഈ കുക്കറും വലിയ പാത്രങ്ങളും. എനിക്കത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കുക്കർ. അത് ഞാൻ എപ്പോഴും എടുക്കുന്നതാണല്ലോ, ഒരു 3 കുക്കറെങ്കിലും ഡെയിലി ഉണ്ടാവും കഴുകാൻ. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പാത്രമായിട്ട് അത് അവസാനത്തേക്ക് ഇങ്ങനെ വെക്കും. ബാക്കിയെല്ലാം ഞാൻ കഴുകിയെടുക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമാണ് കുറേ സ്പൂൺ എടുത്ത് കൂട്ടും.
അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാര്യത്തിനും ഓരോ സ്പൂൺ എടുത്തെടുത്തെടുത്ത് ഒരുപാട് സ്പൂണാവും. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫോൾട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ സ്പൂൺ എടുത്ത് കൂട്ടും ഞാൻ, ചെറുതും വലുതും അതും ഇതൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും കുറേ ഈ സ്പൂണെല്ലാം എടുത്ത് മാറ്റി വയ്ക്കാമെന്ന്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ചെയ്യണ നേരത്തെ ഓരോന്ന് കഴുകി പിന്നെ ഡ്രൈ ആക്കി പിന്നെ അത് എടുക്കണേലും ഇത് ഞാൻ പുതിയത് എടുക്കും. അങ്ങനെ ഒരുപാട് സ്പൂൺ ഞാനൊരു ദിവസത്തിൽ കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ്. അപ്പോൾ ഞാനും കാര്യം ഇങ്ങനെ ആദ്യം ഭയങ്കര മടിച്ചായിരുന്നു, പിന്നീട് ആ മടിയൊക്കെ മാറ്റി കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ പോലും പല സമയത്തും ആ മടിയും ആ ഓർഗനൈസ് ഇല്ലായ്മയും ആ ദേഷ്യവും ഒക്കെ വരും കേട്ടോ കയറി. എന്നാലും എനിക്ക് പറ്റാവുന്ന പോലെ ഓരോ ദിവസവും കുറച്ചും കൂടി നന്നാവാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ആ മടിയും അതൊക്കെ തിരിച്ച് വരുമല്ലോ. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മളിത് മാറിയെടുത്ത ഒരാളല്ലേ. അങ്ങനെ മക്കൾ രണ്ടുപേരും റെഡിയായി അവർ ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞ് ഇന്ന് ഞാൻ വേഗം കിച്ചണിലോട്ട് പോന്നു. അല്ല, കിച്ചണിൽ അടിച്ച് വാരൽ തുടച്ചിടലും ഇപ്പം തന്നെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് കിടന്നോളും. അത് കഴിഞ്ഞ് ഞാൻ വേഗം നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും മാത്രമാണ് അടിച്ച് വാരി ഇടുന്നുള്ളൂ. ബാക്കി റൂമിലേക്കൊന്നും പോകണില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിന്ന് പുറത്തോട്ട് പോകണം, അപ്പോൾ കടയിൽ പോകണം, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനൊന്ന് ഫ്രീ ആണ്, അപ്പോൾ അതുകൊണ്ട് പോയി അതെല്ലാം മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേഗം പണികൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ബാക്കി റൂമിലേക്ക് കയറിയാൽ പിന്നെ അവിടെയൊക്കെ നിന്ന് നേരം പോവും. അവിടെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കാൻ നിന്ന് ഞാൻ എൻ്റെ സമയം കളയും. അപ്പോൾ അതുകൊണ്ട് അത് ചേട്ടനും അറിയാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ടൈമിന് പോകണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നിനും പോയില്ല. അപ്പോൾ ഹോളും ഡൈനിങ് ഏരിയയും പറ്റാവുന്ന ഞാൻ അടിച്ചിടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഇനി ആദ്യം വരുന്ന റൂം ഇതല്ലേ, അത് ഓർത്തിട്ട് മാത്രം ഇത് അടിച്ചിടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു, നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായി റെഡിയായി പുറത്തോട്ട് പോവാണ്. അപ്പോൾ പുറത്തോട്ട് പോയപ്പോൾ സാധനങ്ങൾ വാങ്ങാനാണ് പോയെങ്കിൽ പോലും ക്രിസ്മസിൻ്റെ സൂപ്പർ സംഭവങ്ങളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വരുന്ന വീഡിയോയിൽ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ചെയ്യാം. ക്രിസ്മസിൻ്റെ കടകളിലൊക്കെ പോയിട്ടുള്ള കുറച്ചൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് അങ്ങനെ മേടിക്കാനൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കണ്ട കാഴ്ചകളും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ക്രിസ്മസ് സാധനങ്ങളും ഇതെല്ലാം കൂടി ഷെയർ ചെയ്ത് നമ്മുടെ ഡിസംബർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.